Watch full episodes on Jio Hotstar. ഇങ്ങനത്തെ കാലാവസ്ഥയിൽ ശിവ മുകളിൽ എന്ത് ചെയ്യുകയാ? ഇത്തരം കാലാവസ്ഥയിൽ രണ്ട് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. ഒന്ന് പാട്ടുപാടുക, പിന്നൊന്ന് ചൂട് ചായയും പൊക്കവടയും. ഭീംസേങ്, ചൂട് ചായയും പൊക്കവടയും കൊണ്ടുപോയോ? അതുവരെ ഞാൻ മഴരാഗം പാടിക്കൊണ്ടേയിരിക്കാം. ഇപ്പൊ കൊണ്ടുവരാം. മഴ വന്നല്ലോ ഭീംസിംഗ്, അത് ഉണ്ടാക്കിയത് കൊടുക്കണ്ട, തിരിച്ച് അടുക്കള കൊണ്ട് വെക്ക്. ഭീംസിംഗ്, പൊക്കവട ഇവിടെ കൊണ്ടുപോവാ. പാട്ട് പാടാതിരിക്കുന്നത് വരെ നിങ്ങൾക്ക് പക്കോട ഞാൻ തരില്ല. ഭീംസിംഗ്, കൊണ്ടുവെക്കാനാ പറഞ്ഞേ. ഇവിടെ കൊണ്ടുവാ. കൊണ്ടുവെക്കേ. ഇവിടെ കൊണ്ടുവരാൻ. കൊണ്ടുവെക്കാനാ പറഞ്ഞേ ഞാൻ. ഇതിനേക്കാൾ നല്ലത് ഭീംസിംഗ്, ഇത് നീ തന്നെ കഴിച്ചോ. വേദ സിറ്റിയുടെ മേയർ വേദ സിറ്റിക്ക് മേൽ കുറ്റം ആരോപിച്ചിരിക്കുന്നു. ഇത് അതിശയം തന്നെയായിരിക്കും. ഇവിടെ നിയമവിരുദ്ധമായി ആയുധ ഫാക്ടറി ഉണ്ടെന്ന് ആരോപിക്കുന്നു. ഇത് തന്നെ വേദ സിറ്റിയുടെ സമാധാനമില്ലാതാക്കുന്ന ഒന്നാണ്. ഇവിടുത്തെ പോലീസുകാർ കൈയും കെട്ടി നോക്കിയിരിക്കുകയെന്നല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ആരോപണം. എനിക്കറിയായിരുന്നു ഈ ന്യൂസ് കണ്ടതിന് ശേഷം ലഡ്ഡു സിംഗിന്റെ ഫോണ് തീർച്ചയായിട്ടും വരുമെന്ന്. ഹലോ മുത്തശ്ശി, ശിവ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ, ശിവ പുറത്തേക്ക് പോയിരിക്കുവാ. അല്ല, എപ്പോഴാ വരിക? ഒരു 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരിക. ശിവ തിരിച്ചു വരാൻ 10-20 കൊല്ലാവുന്നോ? മുത്തശ്ശിന്റെ പൊട്ടം കളിപ്പിക്ക. ശിവയ്ക്ക് ഇത്ര നേരമാണോ തിരിച്ചു വരാൻ? എന്തായാലും ലഡ്ഡു സിംഗ് അങ്ങനെ തോൽക്കാൻ പോകുന്നില്ല. പെടറാം, എന്റെ ഗെറ്റപ്പ് എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാൻ താമേ. മുത്തശ്ശി, ഞാൻ ശിവയുടെ കൂട്ടുകാരനാണ്. ശിവയോടൊപ്പം ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ആണോ? ശരി മോനെ, എന്നാല് അകത്തേക്ക് വരൂ. ഹായ് ശിവ, കമ്പൈൻ സ്റ്റഡീസ് ഞാൻ കൃത്യസമയത്തിന് എത്തിയല്ലോ. സുഖം തന്നെ അല്ലേ? ഹായ്, ഞാൻ നന്നായിരിക്കുന്നു. ഈ ചെറുക്കൻ ആരാ? ചിലപ്പോൾ മുത്തശ്ശിയുടെ പരിചയത്തിലുള്ള ആളായിരിക്കുമോ? ശരി മോനെ, ഈ നിങ്ങൾ രണ്ടുപേരെ ഇരുന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യേ കേട്ടോ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങളോ? ഞാൻ തന്നെയാ. ഓക്കെ ലഡ്ഡു സിംഗ് സാറേ, എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ. കുട്ടികളെ പോലെ വേഷിട്ട് വന്നിരിക്ക. എത്ര തന്നെ കൊണ്ടാലും ഇയാളൊന്നും പഠിക്കത്തില്ല. മോനെ, നിന്നെ ആദ്യം ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. സ്കൂളിൽ പുതിയതായിട്ട് വന്ന കുട്ടിയാ? അതെ മുത്തശ്ശി, അതെ, ഞാൻ പുതിയ സ്റ്റുഡന്റ് ആണ്. നിന്നെ പോലെ ഉള്ളവരാണ് എല്ലാ കുട്ടികളുടെയും സ്വഭാവം അങ്ങ് ചീത്തയാക്കുന്നത്. സ്വയം നല്ല കാര്യങ്ങൾ ചെയ്യാനും അറിയില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയില്ല. ഇന്ന് ഞാൻ നിന്നെ ഒരു ടീച്ചറിനെ പോലെയാണ് പെരുമാറാൻ പോകുന്നത്. അവിടെ നിക്കാനോ പറഞ്ഞ് ഓടല്ലേ. ഇന്ന് ഞാൻ 2 എണ്ണം തരും. അല്ല, പേടിച്ചോടുന്നേ. ഓടിക്കോ.
എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞതല്ലേ? 24 മണിക്കൂറിനകം ഞാൻ ആ സത്യം തെളിയിച്ചിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ കണ്ടോ? ശിവ, 24 മണിക്കൂർ നമുക്ക് കുറഞ്ഞു പോയോ? ഇല്ല, പക്ഷെ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ തന്നെ വിട്ടേക്ക്. 24 മണിക്കൂറിനകം. ഐ! ലഡ്ഡു സിംഗ്, വീണ്ടും ശരിക്കും ഒന്ന് ആലോചിക്കുക. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത്രയും വലിയ വാക്കും പറയരുത്. 24 മണിക്കൂർ മതിയോ തനിക്ക്? ചെയ്യാമല്ലോ. ശരി, ചെയ്യാം സാർ. എന്ത് വന്നാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും. നീ വെറുതെ അങ്ങനെ തെക്കും വടക്കും നടക്കാതെ പെട്ടെന്ന് ആലോചിക്കേ. ലഡു സിംഗ് സാറേ, സിറ്റി മുഴുവനും നമ്മുടെ ശ്രദ്ധയിലാണ് ഉള്ളത്. ആരായിരിക്കും സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നത്? പുതിയതായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ തെറ്റായ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത നമുക്ക് ലഭിച്ചിരിക്കും. നമ്മൾ അവരെ ഫോളോ ചെയ്ത് തീർച്ചയായിട്ടും അവരെ പിടിച്ചിരിക്കും. ഓക്കെ ശിവ, ഡൺ. ശിവ, കുറച്ച് പരിചയമില്ലാത്ത ആൾക്കാർ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മോട്ടോർ സൈക്കിളിൽ പുറത്തേക്ക് പോകുന്നത് കണ്ടു. അവരെ കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. കളർ ഡ്രസ്. ആ, ഞാൻ അവരെ കണ്ടു രേവ. ഞാൻ തീർച്ചയായിട്ടും അവരെ ഫോളോ ചെയ്യാം. ആരാണ് ഇങ്ങനെ മറന്നു വരുന്നത്? ഏത് ചേർക്കലാണത്? കുട്ടി, എന്താണിത്? മര്യാദക്ക് വഴിന്ന് മാറ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പോകാം, ആ കുട്ടി ഇപ്പൊ തന്നെ വരും. എടോ നിക്കടോ. മണ്ണിലുള്ള നമ്മുടെ കാലടയാളം കണ്ട് ആ പയ്യൻ മനസ്സിലാക്കും നമ്മുടെ ആ കോട്ടയത്തിനകത്താകെ പോയതെന്ന്. ഇവിടെ ഒന്നും ആരും ഇല്ലല്ലോ. ആ വന്നവരൊക്കെ എവിടെയായിരിക്കും പോയിട്ടുണ്ടാവാ? എവിടെയായിരിക്കും?
ആ ശിവ എന്ന ചെറുക്കനെ ഓഷിയാർ സിംഗിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടാൻ ഇരിക്കുന്നതേ ഉള്ളു. എല്ലാ സാധനങ്ങളും പെരക്കി എടുക്കണേ. കുറച്ച് ദിവസത്തേക്ക് ഫാക്ടറി അങ്ങ് പൂട്ടിയിട്ടേക്കാം. എന്നിട്ട് എല്ലാരും നാട് ചുറ്റാൻ അങ്ങ് പൊക്കോ. എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം ഫാക്ടറി വീണ്ടും തുറക്കാന്നേ. ശിവ, അവരെ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതായത്? എന്തോ ഭൂമിക്കടിയിൽ പോയതുപോലെയുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ എലികളുടെ ശല്യം സഹിക്കാൻ വയ്യാതായി. ഈ എലികൾ ഓടി ഓടി ഒരു മുറിക്കകത്ത് ചെല്ലും, പക്ഷെ പെട്ടെന്ന് കാണാതെയാവും. ഞങ്ങൾക്ക് ആകെ സംശയമായി, ഇതെങ്ങനെയാ ഈ എലികൾ ആ മുറി ചെന്ന കാണാതാവുന്നതെന്ന്. ആ മുറിയിൽ ഇവര് ആരും കാണാതെ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കി വെച്ചിരുന്നു. നമുക്ക് കാണുവാനും പറ്റില്ല, അവരൊക്കെ അതിലാ ഒളിച്ചിരുന്നത്. വാ വാദി, എന്ത് നല്ല ഐഡിയ ആണ് നീ എനിക്ക് തന്നത്. അതിന്റെ അർത്ഥം ആ വീടിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും ഒരു അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടാവും. അതിൽ കൂടിയായിരിക്കും കടന്നു കളഞ്ഞിരിക്കുക. അടുത്ത തവണ അത് നോക്കിയേ പറ്റൂ. ഞാൻ പണ്ട് മുതലേ ഒരു നല്ല ഇന്റലിജന്റാ, പക്ഷെ എനിക്ക് ഒരിക്കലും ഇങ്ങനെ അഹങ്കാരമൊന്നും വന്നിട്ടില്ല. ഓഹോ, ലഡു സിംഗ് സാർ, നിങ്ങളോ? ശിവ, ഞാൻ പതിവ് പോലെ നിങ്ങളൊക്കെ പറയുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കായിരുന്നു. എന്തിനൊന്ന് വേഗം ചെയ്യണം, അല്ലെങ്കിൽ എനിക്കും അണ്ടർഗ്രൗണ്ടിൽ പോയി ഒളിഞ്ഞിരിക്കേണ്ടി വരും. ഡോണ്ട് വറി ലഡു സിംഗ് സാർ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കൊന്നുമില്ല. ശിവ GPS ഓൺ ചെയ്തത് നന്നായി. അതുകൊണ്ട് എനിക്ക് അവനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സ്, വേഗം വരൂ. താഴേക്ക് പോകാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ ഇതിന്റെ അകത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ശിവ, ഇവിടെ ഡോർ ഓപ്പൺ ആയി. എന്റെ സൈക്കിൾ കൊണ്ട് സബ്മറീൻ ഉണ്ടാക്കാൻ എനിക്ക് പറ്റും. അതിലാകെ 3 പേർക്കുള്ള സ്ഥലമേ ഉണ്ടാകുകയുള്ളൂ. ലഡു സിംഗ് സർ, നിങ്ങൾ സ്വിം സൂട്ട് ഉപയോഗിച്ച് നീന്തി ഞങ്ങളുടെ ഒപ്പം വരേണ്ടി വരും. ഓക്കെ ശിവ. ഈ കുട്ടി ഇവിടെ എത്തിയോ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ശിവ ശിവ എന്നാണ് എന്റെ പേര്. ആ ചെറുക്കനെ ചെന്ന് പിടിയാലടേ. എന്റെ അമ്മ, ഞാൻ വീണേ. എന്നെ ഷാർക്ക് പിടിക്കാൻ വരുന്നേ. ശിവ ശിവ രക്ഷിക്കണേ. ഷാർക്ക് അതിന്റെ മൊത്തം കുടുംബത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെ രക്ഷിക്കണേ. ലഡു സിംഗ് സാറേ, ആ കൈ ഇങ്ങോട്ട് വന്നേ. എന്നെ രക്ഷിക്കണേ. ആരെങ്കിലും ഓടി വന്ന് എന്നെ രക്ഷിക്കണേ. ശിവ ശിവ ശിവ. മുറുക്കെ പിടിക്ക്. രക്ഷിക്കണേ. ശിവ മോനെ, ഞാൻ തോറ്റു. എന്നെ രക്ഷിക്ക്. ശിവ മോനെ, എന്റെ ലഡ്ഡു സിംഗ് സാറേ, ഞാൻ തീർച്ചയായിട്ടും ജയിലിലേക്ക് വന്നേക്കാം. ഒന്ന് എന്നെ രക്ഷിക്കാൻ പറയൂ സാറേ, പ്ലീസ് സാറേ. എടോ, ഞാൻ തന്നെ ഇവിടെ കുടുങ്ങിയിരിക്കാണ്. ശിവ എന്നെ രക്ഷിക്ക്. പതുക്കെ. താങ്ക് യു ശിവ. നീ എന്നെ ഷാർക്ക് കുടുംബത്തിൽ നിന്ന് രക്ഷിച്ചതിന് താങ്ക് യു. ഇങ്ങോട്ട് നോക്കിയേ, എന്നെ ആരെങ്കിലും ഒന്ന് പൊക്കി എടുക്ക. എന്താ ചെയ്യേണ്ടത്? അങ്ങനെ തന്നെ വിടന്നെ. നമുക്ക് നേരിട്ട് കാണണ്ടേ ഷാർക്ക് അവനെ കടിച്ച് കീറുന്നത്. വേണ്ട ശിവ, ശിവ എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. ശിവ ഒന്ന് രക്ഷിക്കുന്നേ. ശിവയെ കളിപ്പിക്കാൻ നോക്കിയാലേ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. മനസ്സിലായോ അങ്കിൾ? ശിവ, ഇവന് ഒടുക്കത്തെ ഭാരാണ്. ഞാൻ പറയുന്നത് ഇവനെ വിട്ടേക്കാം. ഷാർക്ക് നല്ലൊരു ലഞ്ച് കഴിച്ചോട്ടെ. വേണ്ട. ലഡ്ഡു സിംഗ്, അഭിനന്ദനങ്ങൾ. 24 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങൾ സാധിച്ചല്ലോ. അതിശയം തന്നെ. എന്റെ പൊന്നു സാറേ, ഇയാളൊന്നും അല്ല, ശിവയാണ് എല്ലാം സോൾവ് ചെയ്തത്. Watch India's largest kids library only on Jio Hotstar. Download the app now.